ഗായത്രി വല്ലാണ്ട് വേദനിച്ചുട്ടോ. ബാലകുട്ടി പോവാ. നീ എന്താ മോളെ കാണിച്ചേ? അവനൊരു വകതിരിവില്ലാത്ത കൊച്ചനാ. വകതിരിവ്? ആ രൂപം കാണുമ്പോഴേ എനിക്ക് കലി കയറും. ഇനി എങ്ങാനും വെളച്ചിലെടുക്കാൻ എന്റെ അടുത്ത് വന്ന ആ കരണക്കുറ്റിക്ക് നോക്കി ഞാൻ ഒന്ന് പൊട്ടിക്കും. പറഞ്ഞേക്കാം. ഈ അമ്മാവന്റെ ഒരു കാര്യം. ഗായത്രിക്കുട്ടി, നിനക്ക് നാളെ 20,000 രൂപ ഫീസ് അടക്കണ്ടേ? അത് സംഘടിപ്പിക്കാൻ പോയതല്ലേ? എന്ത് പറ്റിയോ? മോളെ, അമ്മാവൻ ഇത്തിരി വെള്ളം എടുത്തിട്ട് വരാം. വണ്ടി എടുത്ത് വാടി എന്റെ മോളെ. മോളെ ഗായത്രി, മോളെ ഗായത്രി, ഗായത്രി. ഇങ്ങനെ അങ്ങ് പോയാലോ മോളെ? കണ്ട ലോറിക്കാരോടും കവലച്ചട്ടമ്പികളോടും ഒക്കെ വഴക്കും വക്കാണോ ഉണ്ടാക്കാന്ന് വെച്ചാ ഇതിലും വലിയ നാണക്കേട് മറ്റെന്തെങ്കിലും ഉണ്ടോ? ശ്രീകുട്ടാ, ഞാൻ നിന്റെ അമ്മയാണ്. നിന്റെ അമ്മയാകുന്നതിന് മുമ്പ് വാഴും കോവിലെടുത്ത രാജശേഖരന്റെ മോളാണ് ഞാൻ. ആ സുഭദ്രയാ പറയുന്നത്. നിന്റെ അത്ര പഠിപ്പ് ലോകപരിചയം ഇല്ലെങ്കിലും അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഈ സുഭദ്രയ്ക്കുണ്ട്. കണ്ടവരുമായി വഴക്കൂടാ നിന്നോട് ആരാടാ പറഞ്ഞേ? തോന്നിവാസം അല്ലാതെന്താ ഇതിനൊക്കെ പറയാ? നാട്ടിലുള്ള ആരൊക്കെ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? അതൊക്കെ തീർക്കാൻ നീ പഴയ പ്രജാപതി ഒന്നും അല്ലല്ലോ. വാഴും കോവിലെടുത്തിന് അതിൻ്റെതായ അന്തസ്സും ആഭിജാത്യം ഉണ്ട്. അത് കളഞ്ഞു വിളിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. അതിന് തുനിഞ്ഞവരെ ഇരിക്കാൻ പെണ്ണം വെച്ച് കളഞ്ഞിട്ടുണ്ട്. അത് നീ ഓർക്കണം. അതിനിപ്പം ഇവിടെ എന്ത് സംഭവിച്ചു അമ്മ പറയുന്നേ? ഏതോ ഒരു പെണ്ണിനെ ആരൊക്കെ കയറി പിടിച്ചതിന് നിനക്കെന്താടാ? ഏതോ ഒരു പെണ്ണിനെ ആരോ കയറി പിടിച്ചോ? എന്നാ അമ്മയ്ക്ക് തെറ്റി. അവൾ ഏതോ ഒരു പെണ്ണല്ല, ഈ വാഴും കോവിലെടുത്ത് തന്നെയാ. ഇവിടുത്തെ പഴയ പത്തായപ്പരയെ കൂട്ടിട്ടിരിക്കുന്ന നെല്ലില്ലേ, ആ നെല്ല് വിളിക്കുന്ന ഭൂമിയുടെ നേർപകുതി അവകാശി. എന്തോ നേർപകുതി അവകാശിയോ? ആ എണ്ണം കെട്ട ജന്മങ്ങൾക്ക് സൂചി കുത്താനുള്ള ഇടം പോലും കൊടുക്കില്ല ഞാൻ. ഈ വാഴും കോവിലിടം നാടരക്കി ഭരിച്ചിരുന്ന വലിയ തമ്പുരാക്കന്മാർ ജീവിച്ചിരുന്ന സ്ഥല. അങ്ങനെയുള്ള ഈ ഇടത്തില് ഒരു തേവിടിച്ചിയുടെ മകളും കയറി നിരങ്ങാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. നിനക്കറിയോ, എന്റെ അച്ഛൻ രാജശേഖരൻ തമ്പുരാൻ ആയുസ് തീർന്നല്ല മരിച്ചത്. മൂത്ത മകൻ ശേഖരനാണ് നാടകക്കാരി സുജാതയെ വിവാഹം കഴിച്ചെന്ന ഒറ്റ കാരണത്തിലാ എന്റെ അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചത്. ആ രാജശേഖരൻ തമ്പുരാൻ പണ്ട് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു, പട്ടാമ്പിന്നൊരു വെളുത്തെടുത്തിനെ, അതായത് ഭദ്രമാമ്പയുടെ അമ്മേനെ. അന്നാരും ഇവിടെ ചങ്കോട്ടി ചത്തില്ലല്ലോ. എന്താണ് പറഞ്ഞത്? ഭദ്രമാമൻ ചേർന്നുള്ള കളിയാണല്ലേ? ഞാൻ തീരുമാനങ്ങളൊന്നും മാറ്റണ്ട. എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ അറിയിക്കാം. അമ്മാവന് കേട്ടോ, സഖാവ് ശേഖര തമ്പുരാന്റെ മകൾ ഗൗരി, ഗൗരി ഗായത്രിയെ ഈ ഇന്ത്യൻ മിലിറ്ററി സർവീസിലെ പെരിങ്ങോട്ട് വരെ ദേശത്തെ വാഴക്കോവിലെടുത്ത് ഈ സ്ത്രീ കൊണ്ട് തമ്പുരാൻ കല്യാണം കഴിക്കാൻ പോവാ. അതിനാരൊക്കെ എതിർത്താലും എനിക്കൊരു പ്രശ്നമില്ല, പറഞ്ഞേക്കാം.
ഭദ്ര. തമ്പുരാട്ടി, ഒരു ടെലഗ്രാം ഉണ്ട്. ദാ. അമ്മാവ, അമ്മാവ, ഞാൻ പോവാ. ആരും മനസ്സിൽ എന്നെ പ്രാകരുത്. അമ്മ, ഞാൻ ഇറങ്ങാം. ഗായത്രി, ഞാൻ കൂടെ വരുന്നില്ല. എന്നെ കൂടി കണ്ട ശ്രീകുട്ടൻ്റെ അമ്മയ്ക്ക് കൂടുതൽ വിഷമാവും. അത് കാണാൻ എനിക്കാവില്ല. ഞാൻ വരട്ടെ അമ്മ. നിൽക്കവിടെ. ഒരടിയെടുത്ത് വെച്ചേക്കരുത്. ശേഖര, നിന്നോടാ പറഞ്ഞത് ഒരടി മുന്നോട്ടെടുത്ത് വെക്കരുതെന്ന്. കണ്ട തെരുക്കൂത്തുകാർക്ക് അന്തിപ്പായ വിരിക്കാനുള്ള സത്രമല്ല ഈ വാഴും കോവിലിടം. ഇവളെയും കൊണ്ട് ഈ പടിപ്പുരയ്ക്കകത്ത് കിടക്കാൻ നിന്നോട് ആര് പറഞ്ഞടാ നായേ? അച്ഛൻ? ആർക്കച്ഛൻ? ആ പദത്തിന്റെ മഹത്വം അറിയുമോടാ നിനക്ക്? കുണ്ടലിനിയെ തൊട്ടുണർത്തുന്ന 10ാമത്തെ ദ്വാരമായ നാഭിയിൽ മകനെ സംരക്ഷിച്ച് നിത്യമായ പരബ്രഹ്മത്തിൽ ശയനം കൊള്ളുന്നവനാണടാ പിതാവ്. ആ ബ്രഹ്മദേവൻ പോലും സ്വന്തം പിതാവായ അനന്തശായിയെ നമിച്ച് രാവും പകലും ജപം നടത്തുന്നു. ഇതൊക്കെ നിനക്കറിയാമായിരുന്നെങ്കിൽ നീ പേക്കോലവും കെട്ടി എന്റെ മുന്നിൽ വന്ന് നിൽക്കില്ലായിരുന്നു ശേഖര. കടക്കടാ പുറത്ത്. പോകാച്ച, അച്ഛന്റെ ഏതൊരു ആജ്ഞയും അനുസരിക്കാൻ തയ്യാറാണ് ഞാൻ. ഒരിക്കലും വാഴും കോവിലിടത്തിന്റെ പകിട്ടും മേലാപ്പം കണ്ട് ഭ്രമിച്ചവനല്ല ഈ ശേഖരൻ. മറിച്ച് ഈ പടിപ്പുരക്കപ്പുറവും മനുഷ്യ ജീവിതങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചവനാണ് ഞാൻ. ഭദ്ര, ചേട്ടാ, അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ? അല്ല, ആരൊക്കെയാ ഇത്? വാ മക്കളെ. തമ്പുരാട്ടി അകത്ത് കിടക്ക്. വരൂ, വാ മക്കളെ.
തമ്പുരാട്ടി ഇതാരാ വന്നിരിക്കണേ നോക്കിയേ. എന്റെ പെരിങ്ങോട്ടുകര ദേവനെ, അവസാനം എന്റെ പ്രാർത്ഥന നീ കേട്ടു. സുജാതെ, ഞാൻ എന്തെങ്കിലും അരുതാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. അയ്യോ, അങ്ങനൊന്നും പറയില്ലേ. മനസ്സുരുകി വിളിച്ച തേവര് വിളി കേൾക്കാതിരിക്കൂ. തമ്പുരാട്ടി, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. മോളിങ്ങ വാ. എന്റെ മോക്ക് നല്ല മനസ്സാ. അത് കാണാനുള്ള ശേഷി ഈശ്വരൻ എനിക്ക് തന്നില്ല. തന്നിരുന്നെങ്കിൽ എന്റെ മോൻ പോകില്ലായിരുന്നു. അവന്റെ മനസ്സിൽ തീ കോരിയിട്ടത് ഞാനാ. ആ വിഷമത്തോടെ എന്റെ പൊന്നുമോൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അവൻ വരും, അവൻ തീർച്ചയായിട്ടും വരും. അല്ലേ മോളെ?